സിനിമാ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ലാത്ത വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വെള്ളിയാഴ്ച മുതൽ പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. നിലവിൽ റിലീസ് ചെയ്ത സിനിമകളുടെ പ്രദർശനം തുടരും. OTT വ്യവസ്ഥകൾ ലംഘിച്ച് റിലീസ് നടത്തുന്നതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. അനുകൂല പ്രതികരണം ലഭിക്കുന്നതുവരെ ഈ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നുള്ളതാണ് ഫിയോക്കിന്റെ നിലപാട്. ആദിത്യൻ ഓമനക്കുട്ടൻ വിവരങ്ങൾ നൽകും. ആദിത്യൻ, നേരത്തെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഫിയോക്ക് ഉറപ്പിച്ചിരിക്കുകയാണ്, ഈ നിലപാട് കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അക്ഷയ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫിയോക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 23 മുതൽ കേരളത്തിൽ പുതിയ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് തിയേറ്റർ ഉടമകളുടെ സംഘടന കടക്കുകയാണ്. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രൊജക്ടറുകളെ സംബന്ധിച്ചാണ്. ഒരു പ്രൊജക്ടറിന് 50 ലക്ഷത്തിലധികം രൂപ, അതായത് 1/2 കോടിയിലധികം രൂപ വരുന്നു. ആ പ്രൊജക്ടർ വാടകയ്ക്കെടുത്ത് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ അതിൻ്റെ VPS ചാർജ് ഈ നിർമ്മാതാക്കളായിരുന്നു നൽകിയിരുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി നിർമ്മാതാക്കൾ മനഃപൂർവ്വം ഒരു കമ്പനി ഉണ്ടാക്കുകയും അവർ ഈ കണ്ടന്റ് മാസ്റ്ററിങ് ചെയ്ത് ഒരു 6ഓളം പ്രൊഡ്യൂസർമാരുടെ പേരെടുത്ത് പറയാതെ അവർ വിമർശനം ഉന്നയിച്ചു. അതായത് 6 നിർമ്മാതാക്കൾ ചേർന്ന് ഒരു കമ്പനി രൂപപ്പെടുത്തി ആ കണ്ടന്റ് മാസ്റ്ററിങ് യൂണിറ്റ് എന്ന പേരിൽ സിനിമകൾ അവർ തന്നെ കോപ്പികളാക്കി മാറ്റുകയും അത് പ്രദർശിപ്പിക്കാനായി നൽകുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, അവർ തരുന്ന ഈ കോപ്പി ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന പ്രൊജക്ടറിലോ സാധിക്കില്ല. അതിന് പുതിയൊരു പ്രൊജക്ടർ വേണം. അതായത് ഈ വാടകയ്ക്ക് എടുത്തുകൊണ്ട് തിയേറ്റർ പ്രദർശിപ്പിക്കുന്ന, ഈ പ്രൊജക്ടർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്ന് മാറി പുതിയ പ്രൊജക്ടറുകൾ വാങ്ങേണ്ടി വരുന്നു. അത്തരത്തിൽ പുതിയ പ്രൊജക്ടറുകൾ വാങ്ങുക എന്ന് പറയുന്നത് നിലവിൽ ഈ പഴയ പ്രൊജക്ടറുകളുള്ള തിയേറ്ററുകൾക്ക് അസാധ്യമാണ്. അത് കാരണം 50 ലക്ഷവും 1 കോടിയും ഒക്കെ വില വരുന്ന പുതിയ പ്രൊജക്ടറുകൾ വാങ്ങണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അതായത് നിർമ്മാതാക്കൾ പറയുന്ന പ്രൊജക്ടറിൽ സിനിമ പ്രദർശിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അത്തരം നിലപാടിൽ നിന്ന് നിർമ്മാതാക്കൾ പിന്മാറണമെന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതും അവർ പറയുന്ന കാരണം, ഈ പ്രൊജക്ടറുകൾ വാടകയ്ക്കെടുക്കാൻ നിർമ്മാതാക്കൾ നൽകിയിരുന്ന VPS എന്ന ചാർജ്, ആ ഒരു ഷെയർ ഒഴിവാക്കാൻ വേണ്ടിയാണ് നിർമ്മാതാക്കൾ അങ്ങനെ ചെയ്യുന്നതെന്നും അവരുടെ സംഘടന പിന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരു കമ്പനി രൂപപ്പെടുത്തുകയും അങ്ങനെ സിനിമകൾ മാസ്റ്ററിങ് ചെയ്ത് അവർ പുറത്തിറക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കടക്കുകയാണ് എന്നാണ് അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനുശേഷം അവർ ഉന്നയിച്ചത് OTT-യിലാണ്. നമുക്കറിയാം, തുടർച്ചയായി ഈ OTT-യെ സംബന്ധിച്ച് വാർത്തകളും വിവാദങ്ങളും പരസ്പരം വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഇവിടെയുണ്ട്. OTT റിലീസ് 42 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ്. അതായത് ഒരു സിനിമ റിലീസ് ചെയ്ത് 42 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ OTT-യിൽ സിനിമകൾ റിലീസ് ചെയ്യാവൂ എന്നായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ധാരണ. എന്നാൽ അത് ലംഘിച്ച്, ആ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് സിനിമ 20ഉം 30ഉം ഒക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ OTT-യിൽ പ്രദർശിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരാൾ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്? ഒരു സിനിമ പുറത്തിറങ്ങി ഇത്രാമത്തെ ദിവസം അത് OTT-യിൽ എത്തുന്നു എന്ന രീതിയിൽ സിനിമകളിലും ചാനലുകളിലും ഉൾപ്പെടെ പരസ്യങ്ങൾ പോകുന്നു. അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രേക്ഷകൻ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ കർശനമായും ഈ സിനിമകൾ റിലീസ് ചെയ്ത് 42 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ OTT റിലീസ് നടത്താവൂ എന്ന ആ ഒരു വ്യവസ്ഥ കർശനമായി പാലിക്കണമെന്നാണ്. OTT റിലീസിനെയൊക്കെ പറ്റി മുൻപും ഈ കോവിഡ് കാലത്താണ് OTT റിലീസ് ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ ഇതിലൊക്കെ ചർച്ചകൾ ഉണ്ടാവുകയും അതിൽ തീരുമാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യാണ്. 42 ദിവസമൊക്കെ അന്ന് ആ സമയത്തുണ്ടായ തീരുമാനമാണ്.